എന്തിന് പേരിന് പോലും മുസ്ലിമീങ്ങളില്ലാത്ത കാലഘട്ടം ഭരണരംഗങ്ങളിൽ ഉണ്ടായിരുന്നു. ഒരു ഓഫീസ് കയറിയാൽ ഒരു മുസ്ലിം ഇല്ലാത്ത കാലഘട്ടം ഇവിടെ ഉണ്ടായിരുന്നു. എന്നിട്ടും ഒരു മുസ്ലിം കയറി ചെന്നാൽ ആദരിച്ചിരുന്നു. ആദരിക്കുന്നത് അവന്റെ മുഖത്തിലെ ഈമാന്റെ തുടിപ്പിനെയാ. മനസ്സിലായില്ല? ഇന്ന് എല്ലായിടത്തും നമുക്കുണ്ട്. പുതിയ റിക്രൂട്ട്മെന്റ് നമ്മൾ അപേക്ഷിക്കണമുണ്ട്. ഭരണരംഗത്ത് ആര് ഭരിച്ചാലും, ചോപ്പ് ഭരിച്ചാലും കുങ്കുമം ഭരിച്ചാലും, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അധികാരത്തിൽ ശക്തിയുമുണ്ട്. പറഞ്ഞാൽ കേൾക്കുമെന്നത്. എന്നിട്ടും കാര്യങ്ങളൊന്നും നടക്കണില്ല. ഇതിവിടെ പറഞ്ഞു ഒരാള്. ആരെ പറഞ്ഞത്? ഇതിവിടെ പറഞ്ഞില്ലേ ഒരാള്? കാളമ്പാടി ഉസ്താദ്, കാളമ്പാടി സമസ്തയുടെ പ്രസിഡന്റ് ശൈഖുന കാളമ്പാടി ഉസ്താദ് പറഞ്ഞു, നമ്മൾ പറയുന്നത് ഭരണകൂടം വില വെക്കാതിരിക്കാനുള്ള കാരണം ഹദ്ദാദിനെ നമ്മൾ കയ്യൊഴിച്ചതാകുന്നു. കാരണം ഭരണാധികാരികൾ മുസ്ലിമീങ്ങൾക്കെതിരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയപ്പോൾ അത് പരിഹരിക്കാൻ എല്ലാ മുസ്ലിമീങ്ങളും മഗ്‌രിബിന് ശേഷം ഉറങ്ങുന്നതിന് മുമ്പ് ഹദ്ദാദ് നടപ്പിലാക്കാൻ അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു തീരുമാനിച്ചു. അത് നടപ്പിലാക്കി. പ്രശ്നം തീർന്നു. ഇന്നലെ രാത്രി ഹദ്ദാദ് ഓടിയവരെന്ന് കൈപൊക്കി. കുറച്ചാളുണ്ടാവാൻ സാധ്യത ഉണ്ട്. ഇതിനൊരു കാരണം എന്താണെന്നറിയോ? നോമ്പിന് പള്ളിയിൽ ഹദ്ദാദ് ഉണ്ടാവും. നിങ്ങൾ എൻ്റെ മുന്നിൽ ആളാകണ്ട. ഞാന് നിലമ്പൂർ ഉള്ളുന്നാണ്, ആദിവാസികളെ നാട്ടിൽ നിന്നാണ് വരുന്നതെങ്കിലും 5-8 കൊല്ലായി നിങ്ങളടുത്ത് കുറച്ചൊക്കെ വിളവ് ഞാനും പഠിച്ചു. അതുകൊണ്ട് എൻ്റെ മുന്നിൽ ആളാകണ്ട. എന്താണ് ഇതൊക്കെ? അസ്ലഹല്ലാഹു ഉമൂറൽ മുസ്ലിമീന സറഫല്ലാഹു ശർറൽ മുദീൻ. എന്താണ് അതിന്റെ ഒക്കെ അർത്ഥം? മുസ്ലിമീങ്ങളെ കാര്യത്തെ ഭംഗിയാക്കണമേ. ആരെങ്കിലും ഞങ്ങളെ കഷ്ടപ്പെടുത്തുകയാണെങ്കിൽ അവരുടെ ശർറിനെ നീ തിരിച്ചുവിടണമേ. സുലഹല്ലാഹു ഉമൂറൽ മുസ്ലിമീന സറഫല്ലാഹു ശർറൽ മുദീൻ. മഹ്ശറിൽ രക്ഷപ്പെടാനുള്ള മരുന്നും അതിലുണ്ട്. എന്താ ചെയ്യേണ്ടത് മഹ്ശറിൽ രക്ഷപ്പെടാന്ന് വെച്ചു. അപ്പോൾ പറഞ്ഞു, അക്തിറു യാദൽ ജലാലി വൽ ഇക്റാം അമിത്നാ അലാ ദീനിൽ ഇസ്ലാം. യാദൽ ജലാലി വൽ ഇക്റാം, യാദൽ ജലാലി വൽ ഇക്റാം അമിത്നാ അലാ ദീനിൽ ഇസ്ലാം. യാദൽ ജലാലി വൽ ഇക്റാം. അറാഫ് 54, 55, 56, അറാഫ് 117, 118, 119, യൂനിസ് 79, 80, 81, 82, താഹ 65, 66, 67, 68, 69. പിന്നെ അൽ മുഅ്മിനൂൻ 115, 116, 117, 118. പിന്നെ ഹശ്ർ 21, 22, 23, 24. ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൽ ലറഅയ്ത. പിന്നെ സാഫാത്ത് 1 മുതൽ 15 വരെ, അർ-റഹ്മാൻ 31, 32, 33, തബാറക 3, 4, കലമ 55, 52, ജിന്ന് 3, പിന്നെ സൂറത്തുൽ കാഫിറൂന ഫുള്ള്, പിന്നെ സൂറത്തുൽ ഫലഖ്, സൂറത്തുൻ നാസ്. ഇവ ഓതുക. വെള്ളത്തിലേക്കും ഒലിവെണ്ണയിലേക്കും ഓടുക. എല്ലാ ദിവസവും ഇങ്ങനെ ചെയ്യുക. കുറച്ച് ദിക്റുകൾ കൂടി ഉണ്ട്. അത് പിന്നീട് ഞാൻ പറയാം. ഇതെല്ലാം കൂടി പറഞ്ഞാൽ തീരില്ല. വരുന്നുണ്ട് എന്ന് പറയുന്നത് മാത്രമേ എന്റെ ഉദ്ദേശമുള്ളൂ. എന്നിട്ട് എല്ലാ ദിവസവും അതുകൊണ്ട് സുബഹ് ശേഷം കുളിക്കുകയും അതുകൊണ്ട് സുബഹി ശേഷവും ളുഹറിന് ശേഷം അസറിന് ശേഷവുമായി 3 കുടിക്കുകയും ജയ്ത്തെണ്ണയെ കുടിക്കുകയും ജയ്ത്ത് പുരട്ടുകയും ചെയ്യുക. 21 ദിവസം ഇങ്ങനെ ചെയ്താൽ ക്യാൻസർ ശിഫ ഉണ്ടാകുമെന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ താഹ റസൂലില്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ താഹ റസൂലില്ലാഹ്. സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. സ്വലാത്തുല്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. മുഅ്മിനീങ്ങളെ, അല്ലാഹു നമ്മളെ മുത്തഖീങ്ങളിൽ പെടുത്തട്ടെ. ഉറക്കപ്പറ, അല്ലാഹു നമ്മളെ സാലിഹീങ്ങളിൽ പെടുത്തട്ടെ. അല്ലാഹു നമ്മളെ സാലിഹീങ്ങളിൽ പെടുത്തട്ടെ. അല്ലാഹു നമ്മളെ സാലിഹീങ്ങളിൽ പെടുത്തട്ടെ. ഇതൊക്കെ വളരെ വളരെ പ്രധാനപ്പെട്ടവയാണ്.
ഇതൊക്കെ നിത്യജീവിതത്തിൽ കൊണ്ടുവരിക. ഇതൊക്കെ നിത്യജീവിതത്തിൽ കൊണ്ടുവരിക. ഒരാള് കടമുണ്ടെങ്കിൽ കടത്തെ തടയാൻ ഒരു മാർഗമുണ്ട്. എല്ലാ ദുആയിലും അല്ലാഹുമ്മ ക്ഫിനി ബിഹലാലിക അൻ ഹറാമിക വഅഗ്നിനി ബിഫളലിക അമ്മൻ സിവാക് എന്ന ദുആ 5 വക്തിലും ദായിമായാൽ കടം വീട്ടാൻ അധ്വാനിക്കുന്നതോടുകൂടെ കടമില്ലാതെയാകുമെന്ന് ഹബീബ റസൂലുള്ളാഹി. തുർമദി രേഖപ്പെടുത്തി കടം വിടാൻ വേണ്ടി ഒരുപാട് ആളുകൾ കത്ത് തന്നിട്ടുണ്ട്. ഒരു ഉപദേശം, അല്ലാഹുമ്മ ക്ഫിനി ബിഹലാലിക അൻ ഹറാമിക വഅഗ്നിനി ബിഫളലിക അമ്മൻ സിവാക്. ഈ ദുആ 5 വക്തിലും ദുആ ചെയ്യാ. തുർമദി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരാള് അയാളുടെ ജോലിയിൽ ബറക്കത്തുണ്ടാകാനും ഭക്ഷണത്തിൽ വിശാലതയുണ്ടാകാനും ദാരിദ്ര്യം മാറാനും മറ്റൊരു കാര്യം, എല്ലാ ദിവസവും 100 തവണ ഇസ്തിഗ്ഫാർ. അസ്തഗ്ഫിറുല്ലാഹൽ അലീം ഹുവത് തവ്വാബുർ റഹീം. അസ്തഗ്ഫിറുല്ലാഹൽ അലീം ഹുവത് തവ്വാബുർ റഹീം. അസ്തഗ്ഫിറുല്ലാഹൽ അലീം ഹുവത് തവ്വാബുർ റഹീം. അള്ളാന്റെ റിസ്ഖിന്റെ ഖജനാവ് തുറന്നു കിട്ടാൻ വേറൊരു മാർഗം, ബിസ്മിയോടുകൂടെ ലാ ഹൗല 100 തവണ എല്ലാ ദിവസവും. തുർമദി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എങ്ങനെ ബിസ്മില്ലാ, ഒരു വാവ് ഇടയ്ക്കേറ്റ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. പിന്നെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. മിഫ്താഹുൽ ജന്നത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. മിഫ്താഹുൽ തസ്കിയത്ത് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. മനസ്സിലായില്ലേ? നോക്കൂ, റഹ്മത്തിന്റെ ചാവിയാണ് എന്ത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഒരു ക്രിസ്ത്യാനിയായ രാജാവ് ഒരിക്കൽ സയ്യിദ്ന ഉമർ ഇബ്നുൽ ഖത്താബിന് കത്തയച്ചു, റളിയല്ലാഹു അൻഹു, എനിക്ക് വല്ലാത്തൊരു തലവേദന ഉണ്ട്, ഒന്ന് മാറാൻ വല്ല മരുന്ന് അയച്ചു തരണം. അപ്പോൾ ഒരു തൊപ്പി അയച്ചു കൊടുത്തു സയ്യിദ്ന ഉമർ. ആ തൊപ്പി വെച്ചാൽ മതി, ഇന്ന രോഗം മാറുന്നതാണ്. അയാൾ തൊപ്പി വെച്ചു. ഫസക്കന സുദാഉ, പിന്നെ തലവേദന ഇല്ല. എന്നാൽ തൊപ്പി തലേന്നെടുത്താൽ പിന്നെയും തലവേദന. തൊപ്പി വെച്ചാൽ തലവേദന ഇല്ല. അപ്പോൾ പേർഷ്യക്കാര് പറഞ്ഞു വരുത്തി, നമ്മുടെ രാജാവിനെ 4-ാം വേദക്കാരനാക്കാൻ മദീനക്കാർ ചെയ്ത ഒരു ഗൂഢോത്രമായിരിക്കും. ആ തൊപ്പിയുടെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടാവും. അവസാനം തൊപ്പി ഒഴിച്ചു, തൊപ്പി പരിശോധിച്ചു. രാജദർബാറിൽ തൊപ്പി പരിശോധിച്ചപ്പോൾ വജദൂ ഫിൽ ഖലൻസുവതി ഖിർഖതൻ മക്തൂബൻ ഫീഹാ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം മാത്രം. റാസി തഫ്സീറുൽ കബീർ, റാസി റഹ്മത്തുള്ള തോന്നിയത് പറയല്ല, റാസി. എന്തുണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിൽ? ഒരു തുണി കഷ്ണത്തിൽ ഇങ്ങനെ എഴുതിയിരുന്നു തൊപ്പിയുടെ ഉള്ളിൽ എന്ത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹിർ എന്നൊരൊറ്റ വാക്ക്. അത് ദായിമാക്കുന്നവർക്ക് നരകമോചനവുമുണ്ട്. കാരണം ബിസ്മിയുടെ അക്ഷരം 19, ബിസ്മിയുടെ അക്ഷരം 19, നരകം കാക്കുന്ന മലക്കുകളും 19, അലൈഹാ 19. അങ്ങനെയാണ് ഒരു കണക്കുണ്ട്. എൻ്റെ അങ്ങനെയാണ്. അങ്ങനെ എന്താ വിചാരിച്ചത്? പരിഭാഷയിൽ മാത്രം വെക്കുന്ന പരിപാടിയാണ് ഖുർആനെന്നോ? ആയാതു ഹഖ്ഖിൻ മിനാ റഹ്മാനി മുഹദസാതുൻ ഖദീമതുൻ സിഫാതുൽ മൗസൂഫി ബിൽ ഖിദമി മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. മനസ്സിലായില്ലേ? ദാരിദ്ര്യം മാറാൻ എല്ലാ ദിവസവും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ഭക്ഷണത്തിൽ വിശാലതയുണ്ടാകാനുള്ള മാർഗവുമാണ് അത്. റഹ്മത്തിന്റെ താക്കോലാണ് എന്ത്? ഉറക്കെ പറ, എന്ത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വല്ലാത്തൊരു സംഗതി.
ഭക്ഷണത്തിൽ ബറക്കത്തുണ്ടാവും. അടുപ്പിലേക്ക് പാത്രം കയറ്റി വെക്കുമ്പോൾ പെണ്ണ് എന്ത് പറയണം? ബിസ്മില്ല. അത് കഴിക്കുന്ന ഒരു കീമ ഉണ്ടാവും. കാരണം മനസ്സിലായില്ലേ? അതൊക്കെ നഷ്ടപ്പെട്ടില്ലേ? ഞാൻ ഈ ഗുണം എൻ്റെ അമ്മയിൽ നിന്ന് പഠിച്ചതാണ്. ഒരു ബിസ്മി ചെല്ലാത്ത ഒരു സംഭവം ഒരു സെക്കൻഡ് ഉമ്മാക്ക് ഉണ്ടാവില്ല. അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കട്ടെ. ഒരുവരുമല്ല പാവങ്ങൾ. പക്ഷേ അവർക്ക് അള്ളാഹു തന്റെ ദീനിന്റെ അദബുകൾ അള്ളാഹു അവർക്ക് അറിയിച്ചു. സ്വാലിഹീങ്ങളായ മുൻഗാമികളിൽ നിന്ന് അദബ് അവർക്ക് ലഭിച്ചു. ആ അദബ് കൊണ്ട് അവർ നിലനിൽക്കുക. മനസ്സിലായില്ലേ? അടുപ്പിലേക്ക് പാത്രം കയറ്റുന്ന നേരത്തെ പെണ്ണ് പറയണം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അതിൽ തവി കിട്ടുന്ന നേരത്ത്, അത് ഇറക്കി വെക്കണ നേരത്ത്, അത് വിളമ്പുന്ന നേരത്ത്, കൊടുക്കുന്ന നേരത്ത്. നീ വിളക്ക് കെടുത്തണമെങ്കിൽ ബിസ്മി ചൊല്ലണമെന്ന് ഹബീബായ നബി. ഒക്കെ പറ, എന്റെ കൂടെ വിളക്ക് കെടുത്തണമെങ്കിൽ എന്ത് പറയണം? ഒരു പാത്രം മൂടി വെക്കണമെങ്കിൽ എന്തെങ്കിലും ഒന്ന് കെട്ടണമെങ്കിൽ പിന്നെയോ ഓരോന്നിനും ഓരോ കാര്യത്തിനും ബിസ്മി ചെല്ലണം. ബിസ്മി അല്ലാത്തൊരു കാര്യം ഉണ്ടാവാൻ പാടില്ല മുഅ്മിനിന്റെ ജീവിതത്തിൽ. റഹ്മത്തുണ്ടാവും. ജീവിച്ചിരിക്കുന്ന കുട്ടി ബിസ്മി പഠിച്ചാൽ അതിന്റെ അളവിൽ ഖബറിൽ കിടക്കുന്ന ബാപ്പാക്ക് പുറത്തു കൊടുക്കണമെന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നു. മനസ്സിലായില്ല? ഒരു ബിസ്മി കുട്ടി പഠിച്ചാൽ ആ കുട്ടിന്റെ ഉപ്പാക്ക് ഖബറിൽ അള്ളാഹു ലഘൂകരിച്ചു കൊടുക്കും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇനി കേട്ടോളൂ കച്ചവടക്കാരെ, മുതലാളിമാരെ, നിങ്ങൾക്ക് വേണ്ട ഒരു സംഭവം. ഏത് സ്ഥാപനത്തിലേക്ക് കച്ചവട സ്ഥാപനം, ഫാക്ടറി സ്ഥാപനം, മുതൽ അതിലേക്ക് കയറുമ്പോ മാഷാ അല്ലാഹു ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം ബിസ്മി ചൊല്ലിയിട്ട് മാഷാ അല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. അതിന്റെ ഉടമസ്ഥന്മാർക്ക് പ്രധാനപ്പെട്ട സുന്നത്താണ്, മറക്കരുത്. ഒരു ഉടമസ്ഥൻ അവന്റെ കച്ചവട സ്ഥാപനത്തിലേക്ക് കച്ചവടക്കാര് ഇവിടെ ഉണ്ട്, മാർക്കറ്റിലെ കച്ചവടക്കാരും അല്ലാത്തവരൊക്കെ ഞാൻ ഇവിടെ കാണുന്നുണ്ട്. കച്ചവട സ്ഥാപനത്തിലേക്ക് കയറുമ്പോ എന്ത് പറയാ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം മാഷാ അല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. അതാണ് ഫലൗലാ ഇദ ദഖൽത ജന്നതക ഖുൽത മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് ഇൻ തറാനി അനാ ഖല്ല മിൻക മാലൻ വവലദാ فعسى ربي أن يؤتيني خيرا من جنتك ويرسل عليها حسبانا من السماء فتصبح سعيدا زلقا. ഒരു സ്ഥാപനം, ഒരു കച്ചവട സ്ഥാപനം. മനസ്സിലായില്ലേ? അവനവന് മൈസത്ത് കിട്ടുന്ന ഒരു സ്ഥാപനം, അവനവന്റെ കച്ചവട സ്ഥാപനം, ഫാക്ടറി സ്ഥാപനം. അതിലേക്ക് കയറുമ്പോ എന്ത് പറയാ? ബിസ്മില്ല. അത് അല്ലാഹുവിന്റെ കലാമാണിത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം മാഷാ അല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. അല്ലാഹു നമ്മളെ കാക്കട്ടെ, അല്ലാഹു കാക്കട്ടെ. അല്ലെങ്കിൽ ഒരു ഭാഗം പൊളിഞ്ഞു വീണു, അല്ലെങ്കിൽ നഷ്ടം പറ്റി, അല്ലെങ്കിൽ വ്യക്തിപരമായ നഷ്ടം സംഭവിച്ചു, അല്ലെങ്കിൽ കുടുംബത്തിൽ ഒരാൾ മരിച്ചുപോയി, അല്ലെങ്കിൽ ലാഭം നഷ്ടമായി മാറി എങ്കിൽ ഇങ്ങോട്ട് നോക്ക് എങ്കിൽ ആ സീസണിൽ അധികരിച്ച് ചെല്ലുക اللهم أجرني في مصيبتي وأخلف لي خيرا منها اللهم أجرني في മനസ്സിലായില്ലേ? കച്ചവടത്തിൽ നഷ്ടം, ആപത്ത്, ആളപായം, ബുദ്ധിമുട്ട്, പിന്നെ ഹാക്കട വാഹക്കട, മനുഷ്യന് വിഷമമായി തോന്നുന്ന ഏത് കാര്യം, നിഅമത്ത് നീങ്ങിപ്പോവുക. മനസ്സിലായില്ലേ? ഈ ലോകത്ത് ഏറ്റവും പേടിക്കപ്പെടേണ്ട കാര്യം ഒരാൾ കണ്ണിന്റെ മുന്നിൽ വെച്ച് അയാളെ നിഅമത്ത് നീങ്ങിപ്പോകലാണ്. പടച്ചോൻ കാക്കട്ടെ, അല്ലാഹു കാക്കട്ടെ. ചിന്തിക്കുക. എല്ലാരും അങ്ങനെ ഒരു മുസീബത്ത് സംഭവിച്ചുകൊണ്ടിരിക്കട്ടെ. ഒരു പെണ്ണിന്റെ ഭർത്താവ് യൗവനത്തിൽ മരിച്ചു എങ്കിൽ ഇദ്ദയിൽ അവൾ ചെല്ലേണ്ട പ്രധാനപ്പെട്ട ദിക്ർ അല്ലാഹുമ്മ അജിർനി ഫീ മുസീബതി വഅഖ്ലിഫ് ലീ ഖൈറൻ മിൻഹാ. ഉമ്മു സലമ ബീവി പറയുന്നു റളിയല്ലാഹു അൻഹ, ഉമ്മു സലമ ബീവി പറയുന്നു, ഒരിക്കൽ
അബൂ സലമയുണ്ട്, വീട്ടിലേക്ക് ഓടി വരുന്നു. മുസലമ പുണ്യനബി ഒരു ദിക്ർ പഠിപ്പിച്ചിട്ടുണ്ട്, ഏത് മുസീബത്തുണ്ടായാലും ആ ദിക്ർ ചൊല്ലിയാൽ മതിയെന്ന് ഹബീബായ നബി പറഞ്ഞിട്ടുണ്ട്. പള്ളിയിൽ നിന്ന് ദിക്ർ പഠിച്ചോടി വന്നു ആരടുത്തേക്ക്? ഉമ്മു സലമ ബീവിന്റെ അടുത്തേക്ക് റളിയല്ലാഹു അൻഹ. എന്നാ എന്താ എനിക്കും പറഞ്ഞു തരീന്ന് പറഞ്ഞു. അപ്പോൾ അബൂ സലമ പറഞ്ഞു കൊടുത്തു, അല്ലാഹുമ്മ റളിയല്ലാഹു അൻഹുമ അല്ലാഹുമ്മ അജിർനി ഫീ മുസീബതി വഅഖ്ലിഫ് ലീ ഖൈറൻ മിൻഹാ. അല്ലാഹുമ്മ അജിർനി ഫീ മുസീബതി വഅഖ്ലിഫ് ലീ ഖൈറൻ മിൻഹാ. അല്ലാഹുമ്മ അജിർനി ഫീ മുസീബതി വഅഖ്ലിഫ് ലീ ഖൈറൻ മിൻഹാ. اللهم أجرني في مصيبتي وأخلف لي خيرا منها. ഇത് വരിപ്പിക്കുക. അയ്യാൻ പഠിച്ചു. ആര് പറഞ്ഞു? ഉമ്മു സലമ ബീവി പറയുന്നു, ഞാനത് പഠിച്ചു. പക്ഷേ ദിവസങ്ങൾ കഴിഞ്ഞില്ല, എന്റെ ജീവിതത്തിന്റെ പൊൻഭാചനമായ, എന്റെ ഹൃദയത്തിന്റെ കഷ്ണമായ അബൂ സലമ തന്നെ മരിച്ചുപോയി. മനസ്സിലായില്ലേ പറഞ്ഞത്? എനിക്ക് ഈ ദിക്ർ പഠിപ്പിച്ചു അബൂ സലമ. ഏതാ ദിക്ർ? അല്ലാഹുമ്മ ഏത് ആപത്തുണ്ടായാലും ഇത് ചെല്ലിയാല് മുമ്പത്തേക്കാൾ നല്ല അവസ്ഥയിലേക്ക് അള്ളാഹു മടക്കി തരുമെന്ന് പറഞ്ഞു. ആ ദിക്ർ എന്നെ പഠിപ്പിച്ചു. ദിവസങ്ങൾ കഴിഞ്ഞപ്പോ ഈ ദിക്ർ നബിയുടെ അടുത്തുനിന്ന് പഠിച്ചിട്ട് ഇന്ന വന്ന് പഠിപ്പിച്ച എന്റെ ഭർത്താവ് മരിച്ചു. ഇദ്ദയിൽ എന്താർത്ഥം? അല്ലാഹുവേ, ഈ മുസീബത്തിൽ എനിക്ക് അഭയം നൽകണമേ, ഇതിനേക്കാൾ നല്ലൊരവസ്ഥയിലേക്ക് എന്നെ നീ എത്തിക്കണമേ, എന്റെ മുമ്പത്തേക്കാൾ നല്ല അവസ്ഥയിലേക്ക് എന്നെ എത്തിക്കണമേ എന്നതിന്റെ അർത്ഥം. ഞാൻ ഇദ്ദയിലെ ദിക്ർ ചൊല്ലി, പക്ഷേ ചെല്ലിയപ്പോഴും എന്റെ മനസ്സിൽ മയ്യകൂനുലി ഖൈറമിൻ അബീ സലാമ, മയ്യകൂനുലി ഖൈറമിൻ അബീ സലമ. അബൂ സലമയേക്കാൾ നല്ലൊരു പുതിയാപ്പള എനിക്ക് എവിടുന്ന് കിട്ടാനാണ് ഈ വയസ്സത്തേക്ക് എന്ന് ഞാൻ ചിന്തിച്ചു. ദിക്ർ അങ്ങനെ ചൊല്ലി, അല്ലാഹുവേ മുമ്പത്തേക്കാൾ നല്ലൊരവസ്ഥയിലേക്ക് എന്നെ എത്തിക്കണേന്ന് അള്ളാന്റെ കൽപ്പനയോട് ഞാൻ അങ്ങനെ പറഞ്ഞു. പക്ഷെ എനിക്കതിൽ എന്തില്ല. ഞാൻ ചിന്തിച്ചു, പഠിച്ചോനെ എനിക്കിനി അബൂ സലമയേക്കാൾ നല്ലൊരാളെ ഇനി എവിടുന്ന് കിട്ടും? എന്നാൽ ഫലമ്മൻ ഖലത ഇദ്ദതി ഖതബനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു സലാമുല്ലാഹ്. എന്റെ ഇദ്ദ കഴിയുന്ന ദിവസം എന്റെ വീട്ടിലേക്ക് ആള് വന്നു. എന്നിട്ട് പറഞ്ഞു, ഉമ്മു സലമ, നിങ്ങളെ കല്യാണം കഴിക്കാൻ ഹബീബായ നബിക്ക് താല്പര്യമുണ്ട്. മുസ്തഫ നബി എന്നെ കല്യാണം കഴിച്ചു. ആരാ? ഹബീബായ നബി. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ സ്വലാത്തുല്ലാഹ് റസൂലില്ലാഹ് فقد نبينا في خلق وفي خلق ولم يدانه في علم ولا كرام كأنه شمس فضل هم كواكبها يظهرن أنوارها للناس في الظلام حل أمته في حرز ملته كالليث هل مع الأشبال في أجام مولاي صلي وسلم على حبيبك خير الخلق كلهم محمد سيد الكونين والثقلين والفريقين من رب ومن نجم مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم آيات حق من الرحمن محدثات قديمات صفات الموصوف بالقدام مولاي صل وسلم لم تقترن بزمان وهي تخبرنا عن المعاد والعهد والنرام مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم. ഞങ്ങളിവിടെ ഒത്തുകൂടിയതും ഇങ്ങനെ ഒരു പ്രസ്ഥാനം ഉണ്ടാക്കിയതും നിന്റെ വചനത്തിന്റെ മഹത്വം അന്ത്യനാളിൽ നിലനിൽക്കാൻ വേണ്ടിയാണ്. റഹ്മാനെ തമ്പുരാൻ, നിന്റെ കോടതിയിൽ പായസ്യങ്ങളിൽ പെടുത്തണമേ റബ്ബേ. പഠിച്ചവനെ, പരലോകത്തെ ഞങ്ങൾ രക്ഷപ്പെടാൻ കാരണമാക്കണമേ റബ്ബേ. അല്ലാഹുവേ, സുന്നത്തെ മഹത്തിൽ നഷ്ടമുണ്ട്
കണ്ടപ്പോൾ മാത്രമാണ് റഹ്മത്തുള്ള ഇങ്ങനെ ഒരു കാര്യത്തിലേക്ക്. ഇവിടെ കുറെ ആളുകൾ മഹാന്മാരായ അഹ്ലു ബൈത്ത് തന്നെ മുന്നിൽ നിന്ന് ഇന്നങ്ങനെ ഒരു പണിക്ക് മുന്നിലിറക്കിയത് സുന്നത്യമായിട്ട് നാട്ടിൽ നഷ്ടപ്പെടും എന്ന് കണ്ടപ്പോഴാണ്. നാട്ടിൽ ഫിസ്കും അള്ളാഹ്ക്കെതിരായ പ്രവർത്തനങ്ങളും അധികരിക്കുമെന്ന് കണ്ടപ്പോഴാണ്. അതിലെല്ലാം ഉപരി സുന്നത്യമായത്തിന് വിലയിടയും എന്ന് കണ്ടപ്പോഴാണ്. റബ്ബേ, ആ മാർഗത്തിൽ ഞങ്ങൾ ചെയ്യുന്ന ഈ നിസ്സാരമായ കാര്യം കബൂലാക്കണം പഠിച്ചു, കബൂലാക്കണം റബ്ബേ, കബൂലാക്കണം പഠിച്ചു റഹ്മാനെ, കബൂലാക്കണം റബ്ബേ. അല്ലാഹുവേ, റമളാനിലെ പകലിൽ പൈസ കടം വാങ്ങിയിട്ട് 13 ദിവസം ഈ ക്ലാസ്സിൽ ഒരു തല കൊണ്ടിരുന്ന് ഒരു കസേരയിൽ ഇരുന്നോടുത്താലും ആ സദസ്സിനെ സഹായിക്കലാണല്ലോ എന്ന് കരുതിയിട്ട് കൂലിപ്പണിക്കാർ റമളാനിൽ പണിക്ക് പോകാതെ അയൽപക്കത്തിന് പൈസ കടം വാങ്ങി പാട്ടയിലിടാൻ ഒരു 10 റുപ്യയും പോയി വരാൻ ഉള്ള പൈസയും 13 ദിവസം കടം വാങ്ങി ഇവിടെ വന്നിട്ടുണ്ട്. അവരെ കാലിന്റെ ചവിട്ടടിയുടെ ബദലുകൊണ്ട് ഞങ്ങളെ രക്ഷപ്പെടുത്തണം പഠിച്ചവന്. നീ മുതലാക്കണം റബ്ബേ, കബൂലാക്കണം പഠിച്ചവന്. റഹ്മാനെ, നിന്റെ ദീൻ ഹയാത്താകാൻ വേണ്ടിയാ ഇവിടെ ശംസുൽ ഉലമയുടെയും കണ്ണിയത്തോരെയും മാർഗം നിലനിർത്താൻ വേണ്ടിയാ. അത് മാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യം. വേറൊരു ലക്ഷ്യം ഞങ്ങൾക്കില്ല. അല്ലാഹുവേ, ആ മനുഷ്യന്മാരെ കയ്യിലേക്ക് ഞങ്ങളെ ചേർത്ത് ഹബീബായ നബിയിലേക്ക് ഞങ്ങളെ ചേർക്കണമേ റബ്ബേ. അല്ലാഹുവേ, 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 ഏതെങ്കിലും പിടിക്കാൻ പറ്റിയ ഒരു കയ്യിലേക്ക് ഞങ്ങളെ ചേർക്കണം പഠിച്ചവൻ. ഞങ്ങളെ കയ്യിൽ ഇതല്ലാതെ ഒന്നുമില്ല റബ്ബേ. നിന്റെ കലാമിനെ സ്നേഹിച്ചു, നിന്റെ ദീനിനെ സ്നേഹിച്ചു, സുന്നത്യമായതിനെ സ്നേഹിച്ചു എന്നല്ലാതെ ഒന്നുമില്ല റബ്ബേ. കബൂലാക്കണം റബ്ബേ. റബ്ബേ, ഈ കൊല്ലം ഞാനും എന്റെ വിദ്യാർത്ഥികളും ഇവിടെ ഈ പന്തലിൽ ചർച്ച ചെയ്ത് കരഞ്ഞിട്ടുണ്ട്. ഹബീബായ റസൂലുള്ളയും ഹബീബായ റസൂലുള്ള സിദ്ദീഖുൽ അക്ബറിനെ വലത്തെ കൈയിലും ഉമർ ഇബ്നുൽ ഖത്താബിനെ ഇടത്തെ കൈയിലും കൂട്ടിപ്പിടിച്ച് ഈ രണ്ടാളെ ഞാൻ കൊണ്ടുവരും എന്ന് ഹബീബായ നബി പറഞ്ഞിട്ടുണ്ട്. ഹകരാ നുബഅസു ഇൻഷാഅല്ലാഹ്, ഹകരാ നുബഅസു യൗമൽ ഖിയാമ എന്ന് ഹബീബായ നബി പറഞ്ഞിട്ടുണ്ട്. റബ്ബേ, ഹബീബായ റസൂലുള്ള ആ രണ്ട് മഹാന്മാരെയും കൈ പിടിക്കും. ഞങ്ങളെ കൈ പിടിക്കാനും ഒരാൾ വേണം പഠിച്ചവൻ. അല്ലാഹുവേ, ഫബിഅയ്യിഹിം യഖ്തദൈതും ഇഹ്തദൈതും, ഏതെങ്കിലും ഒരു കൈയിലേക്ക് ഞങ്ങളെ ഏൽപ്പിക്കണമേ റബ്ബേ, ഏതെങ്കിലും ഒരു കൈയിലേക്ക് ഞങ്ങളെ ഏൽപ്പിക്കണമേ റബ്ബേ. ഈ വെളിച്ചൊക്കെ നഷ്ടപ്പെടുന്ന നാളിൽ, ഈ ശബ്ദങ്ങൾ അടറുന്ന നാളിൽ, ഒരാളും സഹായിക്കാനില്ലാത്ത നാളിൽ, യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, യൗമ ലാ ളില്ല ഇല്ലാ ളില്ലുക യാ അല്ലാഹ്, യൗമ ലാ ളില്ലുക ഇല്ലാ യൗമ ലാ ളില്ല ഇല്ലാ ളില്ലുക യാ അല്ലാഹ്. അല്ലാഹുവേ, ആ ദിവസം ഞങ്ങളെ രക്ഷപ്പെടുത്തണമേ റബ്ബേ. ഈ ദീൻ ഇവിടെ ഈ വഴിയിൽ നിലനിർത്തി തരണമേ റബ്ബേ. ഇതിനെ സഹായിക്കുന്നവരെ സഹായിക്കണമേ റബ്ബേ. അല്ലാഹുവേ, പത്രത്തിൽ ഫോട്ടോ വരാത്തവർ, പേര് വരാത്തവർ രാവും പകലും ഓടി നടക്കുകയാ മാസങ്ങളായി ഈ ഒരു കാര്യത്തിന് വേണ്ടി. ഈ പന്തലിടാൻ സഹായിച്ച ഒരു മനുഷ്യൻ പനി പിടിച്ച വിഷമത്തിലാണ്. പടച്ചവനെ, ശിഫയാക്കണം റബ്ബേ, ശിഫയാക്കണം റബ്ബേ. മഞ്ഞും വെയിലും കൊണ്ട് കട്ടപ്പെട്ട ആളുകൾ ശിഫ കൊടുക്കണം തമ്പുരാനെ. വിഷമുള്ളവരുണ്ട് റബ്ബേ റഹ്മാനെ. ഗൾഫിൽ കിടക്കുന്ന ഭർത്താവിന്റെ ജയിൽ മോചനത്തിന് വേണ്ടി പൊട്ടിക്കരഞ്ഞ് പറഞ്ഞ പെണ്ണുങ്ങളുണ്ട് റഹ്മാനെ. നീ രക്ഷപ്പെടുത്തണം തമ്പുരാനെ. എല്ലാ ചെങ്ങലപ്പൂട്ടുകളെയും തകർത്തെറിഞ്ഞ നിന്റെ കലാം അവർക്കൊരു സഹായിയാകണമേ തമ്പുരാനെ. അല്ലാഹുവേ, ഈ പുതിയ ജയിലിൽ കിടക്കുന്നുണ്ട് ഞങ്ങളെ മുഅ്മിനീങ്ങളായ മനുഷ്യന്മാർ, മാറാട കലാപത്തിൽ പെട്ടുപോയവർ. റഹ്മാനെ, രക്ഷിതാവേ തമ്പുരാനെ, അവരെ നീ രക്ഷപ്പെടുത്തണം തമ്പുരാനെ, അവരെ രക്ഷപ്പെടുത്തണം റബ്ബേ. അവരെ ഇനി വിട്ടുകൊടുക്കേ എന്ന് നാട്ടിലെ ഹിന്ദുക്കളെ കൊണ്ട് പറയിപ്പിക്കണം പഠിച്ചു. ഇവിടെ ഹിന്ദുക്കളും മുസ്ലിമീങ്ങൾക്കിടയിൽ അനൈക്യമുണ്ടാകരുതേ തമ്പുരാനെ. ഐക്യം ഉണ്ടാകണമേ റബ്ബേ. ഈ ക്ലാസ് ഐക്യത്തിന് വേണ്ടിയാണ്. അതിവിടെ നിലനിൽക്കണം റബ്ബേ, അതിവിടെ നിലനിൽക്കണം റബ്ബേ. അല്ലാഹുവേ, രോഗികളുണ്ട്, ശിഫ നൽകണമേ റബ്ബേ. മരിച്ചവർക്ക് മഗ്ഫിറത്ത് നൽകണമേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളെ എതിർക്കുന്നവരുണ്ട്, ഞങ്ങൾക്ക് ഞങ്ങൾക്ക് എന്നോടാ പറയാനുള്ളത്. നല്ല ബോധം കൊടുക്കണം പഠിച്ചവനെ, നല്ല ബോധം കൊടുക്കണമേ റബ്ബേ, നല്ല ബോധം കൊടുക്കണമേ റബ്ബേ.
ഇത് സുന്നത്ത് ജമാഅത്തിന് വിരുദ്ധമായ ക്ലാസ്സാണ്, ഇത് ദീനിന് വിരുദ്ധമായ ക്ലാസ് ആണെന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചവരുണ്ട്. എന്നോടാ ഞങ്ങൾക്ക് അന്യായം പറയാനുള്ളത്. അവരെയും നന്നാക്കണമേ റബ്ബേ, അവരെയും ഉപേക്ഷിക്കരുതേ പടച്ചവനെ, അവർക്കും ഹിദായത്ത് കൊടുക്കണമേ റബ്ബേ, അവരെ നന്നാക്കണമേ റബ്ബേ, എല്ലാരും നന്നാക്കണമേ റബ്ബേ. ജോർജ് ബുഷിനാടി നീ ഹിദായത്ത് കൊടുക്കണം പടച്ചവനെ, അവനെ നന്നാക്കണമേ റബ്ബേ. അവനെ നന്നാക്കാൻ നിനക്ക് ഉദ്ദേശമില്ലെങ്കിൽ റഹ്മാനെ അവന്റെയും അതുപോലത്തെ തമ്മാടികളുടെയും ഷെറുകളെ തൊട്ട് മുസ്ലിം ഉമ്മത്തിനെ കാക്കണമേ റബ്ബേ. ഞങ്ങളെ കുട്ടിയാള് പുത്തനെടുത്തു, ഞങ്ങളെ കുട്ടിയാള് പെരുന്നാളിന് ഒരുങ്ങാണ്. നാളെ മറ്റന്നാ പെരുന്നാളാണ്. കഴിഞ്ഞ പെരുന്നാളിന് പോലും പുത്തനൊടുക്കാത്ത ആയിരക്കണക്കായ വീടുകൾ ഇറാഖിലുണ്ട്. ഇന്നലെ രാത്രി മര്യാദക്ക് റൊട്ടി കിട്ടാത്ത വീടുകളുണ്ട്. പെരുന്നാളിന് എന്റെ കുട്ടിക്ക് നല്ല ഭക്ഷണം ഞാൻ എവിടുന്ന് കൊടുക്കും റബ്ബേ? എന്റെ ഭർത്താവിനെ അമേരിക്കക്കാര് പിടിച്ചു കൊണ്ടുപോയിട്ട് കാലം എത്രയായി റബ്ബേ? ഇരിക്കണോന്ന് പോലും അറിയാതെ ഭർത്താവ് മരിച്ചിട്ടും ഡെയിലിരിക്കണോ എന്നറിയാത്ത പെണ്ണുങ്ങളുണ്ടല്ലോ റബ്ബേ. അവരെ അങ്ങനെയാക്കിയ അമേരിക്കൻ തമ്മാടിയെ പരാജയപ്പെടുത്തണമേ പഠിച്ചവന്, പരാജയപ്പെടുത്തണമേ റബ്ബേ, അവരെ പരാജയപ്പെടുത്തണമേ റബ്ബേ, അവരെ പരാജയപ്പെടുത്തണമേ റബ്ബേ. സുന്നത്യമായത്തിന് വിജയം നൽകണമേ റബ്ബേ, സുന്നത്യമായത്തിന് വിജയം നൽകണമേ റബ്ബേ. ഇരുട്ടിന്റെ മറവിൽ ബസ്സിലും വണ്ടിയിലും ബോംബ് വെക്കുന്നത് ഈ സമുദായമാകരുതേ തമ്പുരാനെ. ഈ സമുദായത്തിന്റെ ചുമലിൽ അതാരിടാൻ ശ്രമിച്ചാലും പരാജയപ്പെടണമേ റബ്ബേ. അതല്ല ഈ സമുദായത്തിൽ ആരെങ്കിലും ആണിത് ചെയ്തതെങ്കിൽ അല്ലാഹുവേ റഹ്മാനെ അവർക്ക് നല്ല ബോധം കൊടുക്കണമേ റബ്ബേ. മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സ്, അർഹതയില്ലാത്തവരെ കൊന്നാൽ ഫകന്നമാ ഖതല നാസ ജമീഅ, ലോകത്തിനെ മുഴുവനും കൊന്നതുപോലെയാണെന്ന ബോധം അവർക്ക് നൽകണമേ റബ്ബേ. ഈ വെളിച്ചം ഇവിടെ നിലനിർത്തണമേ റബ്ബേ. ഇതിന്റെ മുന്നിൽ ആരിരുട്ടിന്റെ കരിമ്പടം കൊണ്ടുവന്നാലും ഇതിനെ ശംസുൽ ഉലമ റഹിമഹുല്ലാഹ്, വരക്കൽ ബാലവി മുല്ലക്കോയ തങ്ങൾ റഹിമഹുല്ലാഹ് ആ മാർഗം നിലനിർത്താൻ വേണ്ടി ഇതിവിടെ നിലനിർത്തണമേ റബ്ബേ. ഇത് നിലനിർത്തി തരണമേ റബ്ബേ. ഖിയാമത്ത് നാൾ വരെ ഇതിനെ സഹായിക്കുന്ന സമൂഹം ഉണ്ടാകണമേ റബ്ബേ. അവരെ നീ സഹായിക്കണമേ റബ്ബേ. റബ്ബനാ അലൈക തവക്കൽനാ വഇലൈക അനബ്നാ വഇലൈകൽ മസീർ. ഞങ്ങളെ ഖബർ സ്വർഗത്തിന്റെ ഖബറാകണമേ റബ്ബേ. ഞങ്ങളെ സിറാത്ത് എളുപ്പമാകണമേ റബ്ബേ. ഹബീബിന്റെ കയ്യിന്ന് ഈ സാധുക്കൾക്ക് കൗസർ നൽകണമേ റബ്ബേ. ഞങ്ങൾക്ക് അഅ്തഖുൻ മിനന്നാർ വിധിക്കണമേ റബ്ബേ. എല്ലാ പ്രശ്നവും പരിഹരിക്കണമേ റബ്ബേ. എല്ലാം പരിഹരിക്കണമേ റബ്ബേ. എല്ലാം നീ സഹായിക്കണമേ റബ്ബേ. റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഹസന ഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. അല്ലാഹുവേ ഇന്നീ സദസ്സിൽ ഞങ്ങൾ സന്തോഷിച്ചിരിക്കും പോലെ മഹ്ശറിലിരിക്കണമേ റബ്ബേ. 2 റക്അത്തിന്റെ വേഗത കൊണ്ട് ഞങ്ങളെ മഹ്ശർ തീർത്തു തരണമേ റബ്ബേ. തീർത്തു തരണം പഠിച്ചവനെ. ഈ കാലഘട്ടത്തിലെ ദീനിന്റെ ഖാദിമീങ്ങളെ പേരെഴുതുമ്പോ നിന്റെ മായ്ക്കപ്പെടാത്ത റിക്കാർഡ് ഞങ്ങളെ പേരുണ്ടാകണമേ റബ്ബേ. നിങ്ങൾ പാപികളാണ് റബ്ബേ, ആലിമീങ്ങളെ ഖാദിമീങ്ങളാണ് റബ്ബേ. ആ ഒരു എളിമത്തോത്തരത്തിന്റെ ജീവിതം അല്ലാഹുവേ, നിന്റെ മാർഗത്തിലെ ഇബാദും മുക്രമൂന്റെ ജീവിതം ഞങ്ങൾക്ക് നൽകണമേ റബ്ബേ. എല്ലാം ഞങ്ങളാണെന്ന കിബറിനെ തൊട്ട് ഞങ്ങളെ കാക്കണമേ റബ്ബേ. ഞങ്ങളെ രക്ഷപ്പെടുത്തണമേ റബ്ബേ. എല്ലാരെയും സഹായിക്കണമേ റബ്ബേ. توفنا مسلمين اللهم توفنا مسلمين اللهم توفنا مسلمين والحقنا بالصالحين آمين برحمتك يا ارحم الراحمين. ഖുർആനെ ആദരിച്ചുകൊണ്ട് ചെയ്ത 2 കാര്യങ്ങൾ. ഒന്ന്, റമദാനെ ആദരിച്ചുകൊണ്ട് എല്ലാ വീടുകളിലും പള്ളികളിലും സാധാരണ ഓതുന്നതിനേക്കാളെ ഖുർആൻ ഓത്തുകൊണ്ട് അതിനെ ആദരിക്കുക. അത് നേരത്തെ റമദാൻ വന്നാൽ ചെയ്തു പോരുന്ന കാര്യം. പിന്നെ റമദാനിൻ്റെ ആദരവായിട്ട് ജനങ്ങൾ മുൻഗാമികൾ ചെയ്തു വന്ന് എല്ലാ പള്ളികളിലും രാവിലും പകലും ഇൽമിൻ്റെ മജ്‌ലിസ്, ഇത് 2 നേരത്തെ മഹാന്മാർ ചെയ്തു പോന്ന അങ്ങനത്തെ റമദാനെ ആദരിക്കുന്ന വലിയ ഒരു അമലായിട്ടാണ് ഈ മഹത്തായ മജ്‌ലിസ് നമുക്ക് അല്ലാഹു തആല സാധിപ്പിച്ചു തന്നത്.
അതുകൊണ്ട് ഈ അമലിൻ അല്ലാഹു തആല ഖുർആന്റെ ബഹുമാനമായിട്ട് സ്വീകരിക്കട്ടെ. ഇത്രയും വലിയ ദിക്ർ ദുആകളിൽ ഒരു മജ്ലിസിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളും പരസ്പരം ശഫാഅത്ത് ചെയ്യുമെന്നാണ്. ഞങ്ങൾ ഒന്നായിട്ട് ദിക്റിൽ പങ്കെടുത്തവരാണ്. അതുകൊണ്ട് അവരെ രക്ഷപ്പെടുത്താൻ, ഞങ്ങളെ കൂട്ടുകാരെ രക്ഷപ്പെടുത്തുന്ന ശഫാഅത്ത്, ആ ശഫാഅത്ത് ഈ മഹാന്മാരോടൊപ്പം ഈ ബഹുമാനപ്പെട്ട ദിക്റിൽ പങ്കെടുത്ത് നമുക്ക് മജ്ലിസിൽ പങ്കെടുത്ത നമുക്കൊക്കെയും അല്ലാഹു തആല പ്രദാനം ചെയ്യട്ടെ. اللهم إنا نسألك نتوجه إليك بحبيبك المصطفى عندك يا حبيبنا يا سيدنا محمد إنا نتوسل بك إلى ربك فاشفع لنا عند المولى العظيم يا نعم الرسول الطاهر اللهم شفعه فينا بجاهه عندك اللهم إنا نسألك بحقك العظيم وبحق نور وجهك الكريم وبحق عرشك العظيم وبما حمل كرسيك من عظمتك وجلالك وجمالك وبهائك وقدرتك وسلطانك وبحق أسمائك الحسنى يا الله يا رحمن يا رحيم يا ملك يا قدوس يا سلام يا مؤمن يا مهيمن يا عزيز يا جبار يا متكبر يا خالق يا بارئ يا مصور يا غفار يا قهار يا وهاب يا رزاق يا فتاح يا عليم يا قابل يا باسط يا خافض يا رافع يا معز يا مذل يا سميع يا بصير يا حكم يا عدل يا لطيف يا خبير يا حليم يا عظيم أرحم الراحمين يا سيدنا ربي അസ്മാഉൽ ഹുസ്നന്റെ ഹക്ക് കൊണ്ടും അമ്പിയാക്കൾ ഔലിയാക്കളുടെ ജാഹ് ബർക്കത്ത് കൊണ്ടും പരിശുദ്ധ റമദാനിന്റെ ഹുർമത്ത് കൊണ്ടും പരിശുദ്ധ ഖുർആനിന്റെ മഹത്ത് കൊണ്ടും ഈ റമദാനിന്റെ ബർക്കത്ത് കൊണ്ടും ഈ ബഹുമാനപ്പെട്ട മഹാന്മാരായ സയ്യിദന്മാര് ആലിമീങ്ങൾ സാലിഹീങ്ങൾ എല്ലാം നിറഞ്ഞ് നേതൃത്വം കൊടുക്കുന്ന നിറഞ്ഞ് സംബന്ധിച്ച ഈ മജ്ലിസിന്റെ ഇൽമിന്റെ മജ്ലിസിന്റെയും ബർക്കത്ത് കൊണ്ടും ഞങ്ങളുടെ ദുആനെ നീ സ്വീകരിക്കണേ തമ്പുരാനെ. പടച്ചോനെ, ദുനിയാവിന്റെ ആവശ്യങ്ങളും ആഖിറത്തിന്റെ ആവശ്യങ്ങളുമായി നിന്റെ മുമ്പിൽ സങ്കടം പറയാൻ ഞങ്ങൾ ഉയർത്തുന്ന ഈ കൈകൾ നീ കബൂൽ ചെയ്യണേ തമ്പുരാനെ. ഖായിബാക്കർദേ റഹ്മാനെ, ഞങ്ങളുടെ അമലുകൾ നീ സ്വീകരിക്കണേ റബ്ബേ. സയ്യാത്തുകൾ മാഫാക്കണേ തമ്പുരാനെ. ആഫിയത്തിനെ മൗത്ത് വരെ കാക്കണേ റഹ്മാനെ. ആഖിബത്ത് നന്നാക്കി തരണേ തമ്പുരാനെ. ആഖിബത്ത് നന്നാക്കണേ റബ്ബേ. പഠിച്ച തമ്പുരാനെ, ഞങ്ങളുടെ മേലെ ഹക്കുള്ള പല ആളുകളുമുണ്ട്. പലരുടെയും വാക്കാലും പ്രവൃത്തിയാലും പലരും ഞങ്ങൾ കൈവച്ചു പോയി. എല്ലാവരെ കൊണ്ടും പൊരുത്തപ്പെടിക്കാനും പറഞ്ഞു തീർക്കാനും സാധിക്കാത്ത ഒരവസ്ഥയിലാണെങ്കിലും പഠിച്ചവനെ അവർക്കെല്ലാം നീ പുറത്തു കൊടുക്കണേ തമ്പുരാനെ. അവരെ ഹസനാത്തുകളെ ഏറ്റിക്കൊടുക്കണേ തമ്പുരാനെ. അവരെ സയ്യാത്തുകളെ മാഫാക്കണേ തമ്പുരാനെ. ഞങ്ങളെ അമലിൽ നിന്ന് അവർ പിടിച്ചെടുക്കുന്ന ഒരവസ്ഥ ഇല്ലാതെ രക്ഷപ്പെടുത്തണേ റഹ്മാനെ. അവരെ ഹക്ക് നീ ഏറ്റെടുക്കണേ റബ്ബേ. അവരെയും ഞങ്ങളെയും ആഖിബത്ത് നന്നാക്കി തരണേ തമ്പുരാനെ. ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത നിരവധി ആളുകൾ ഈ മജ്ലിസിലായിക്കൊണ്ടും ഈ സംഭാവന തന്നവരിലും അതുപോലെ തന്നെ ആണുങ്ങളായിട്ടും പെണ്ണുങ്ങളായിട്ടും ഇവിടെ നിന്നും അല്ലാതെയും ഞങ്ങളിൽ നിന്ന് ഓരോരുത്തരോടും ഏൽപ്പിച്ച പലരുമുണ്ട്. ആരോടെല്ലാം ദുആ കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ടോ അവരുടെ മുറാദുകളൊക്കെയും അവർ തേടിയതുപോലെ അവർക്ക് നീ നൽകണേ റഹ്മാനെ. അവരെ ബുദ്ധിമുട്ടുകളൊക്കെ നീ തീർത്തു കൊടുക്കണേ തമ്പുരാനെ. അവരെ ഹാജത്തുകളെ നീ നിറവേറ്റി കൊടുക്കണേ തമ്പുരാനെ. അവരെ രോഗങ്ങളെ നീ ഞങ്ങളുടേതും ശിഫയാക്കണേ തമ്പുരാനെ. അവരെയും ഞങ്ങളെയും ജീവിതത്തിൽ ബർക്കത്തും ഐശ്വര്യവും സമാധാനവും തഖ്വയോടുകൂടെ നീ നിലനിർത്തി തരണേ റഹ്മാനെ. അവരെയും ഞങ്ങളെയും ആഖിബത്ത് നന്നാക്കണേ റഹ്മാനെ. ഈ മജ്ലിസ് നിന്റെ റഹ്മത്തും ഇജാബത്തും മഗ്ഫിറത്തും ഹസനാത്തുകളും മലായിക്കത്തുകളെ കൊണ്ടും അനുഗ്രഹിക്കപ്പെട്ട മജ്ലിസാക്കണേ തമ്പുരാനെ. ആഖിറത്തിൽ ഞങ്ങൾക്ക് രക്ഷ കിട്ടുന്ന, വിജയം കിട്ടുന്ന, നിന്റെ പൊരുത്തത്തിലേക്ക് അടുപ്പിക്കപ്പെടുന്ന, നബി തങ്ങളെ ശഫാഅത്തിൽ ചേർത്തപ്പെടുന്ന സബബാക്കി തരണേ തമ്പുരാനെ. ദുനിയാവിലെ എല്ലാവിധ കാവലും ബർക്കത്തും റഹ്മത്തും ആഫിയത്തും സലാമത്തും ശിഫയും കിട്ടുന്ന സബബുമാക്കി തരണേ തമ്പുരാനെ. ആദരവായ നബിതങ്ങളെ ബഹുമാനപ്പെട്ട ഹദറത്തിലേക്കും അമ്പിയാക്കൾ, ഔലിയാക്കൾ, മോമിനീങ്ങൾ, മോമിനാത്തുകൾ, കൂട്ടുകുടുംബാദികൾ എല്ലാവർക്കും ഇതിന്റെ സവാബിന് ഞങ്ങൾ ഹദിയ ചെയ്യുന്നു. നീ കബൂലാക്കണേ റഹ്മാനെ. റസൂലുള്ളാഹിന്റെ ഹക്ക് കൊണ്ടും മഹാന്മാരുടെ ബർക്കത്ത് കൊണ്ടും അമലിന്റെ അദമത്ത് കൊണ്ടും ഞങ്ങളെ കൽബുകളൊക്കെ നീ നന്നാക്കി തരണേ റബ്ബേ. എല്ലാ അഴുക്കിൽ നിന്നും വൃത്തിയാക്കി നിന്നെ ഓർക്കുന്ന, നിന്നെ സ്നേഹിക്കുന്ന, നിന്നോടടുക്കുന്ന, നിന്നെ കൊണ്ട് ശോകരാകുന്ന കൽബാക്കണേ തമ്പുരാനെ. നീ പൊരുത്തപ്പെട്ടതിലേക്കുള്ള പ്രേരണ ഞങ്ങളെ കൽബിൽ നിന്ന് നീ തരണേ റഹ്മാനെ. നീ വെറുത്തതിനോടുള്ള വെറുപ്പ് ഞങ്ങൾക്കാനുള്ള കരുത്ത് ഞങ്ങളെ കൽബിൽ നീ പ്രദാനം ചെയ്യണേ റബ്ബേ.
പടച്ചതമ്പുരാനെ നബിതങ്ങൾ വിശേഷിപ്പിച്ച കൽബ് നന്നായാൽ ബാക്കി അവയവങ്ങൾ നന്നായി എന്ന് പറയുന്ന ആ നന്മ ഞങ്ങളെ കൽബിൻ്റെ അകത്ത് നിലനിർത്തി തരണേ റഹ്മാനെ. ശരിയായ ഈമാൻ ഞങ്ങളെ കൽബിൽ ഉറപ്പിക്കണേ റബ്ബേ. എല്ലാ സമയത്തും ഞങ്ങളെ ഈമാൻ ബലപ്പെടുത്തി അതിൻ്റെ കമാലിയത്തിലും മഅരിഫത്തിലും ഞങ്ങളെ നീ എത്തിച്ചു തരണേ തമ്പുരാനെ. നീ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ചെയ്തു തന്ന നിയമത്തുകൾ എത്രയോ വലിയതാണ്. ആ നിയമത്തുകൾ എന്നും ഞങ്ങൾക്ക് നീ ദായിമയാക്കി തരണേ റഹ്മാനെ. ഞങ്ങളിൽ വന്ന ദോഷം കാരണമായിട്ട് തന്ന നിയമത്ത് നീ എടുത്തു കളയരുതേ റബ്ബേ. നീ തന്ന നിയമത്തുകളെ കൊണ്ടെമ്പാടും ഖൈർ ചെയ്യാൻ ഞങ്ങൾക്ക് തൗഫീഖ് ചെയ്യണേ തമ്പുരാനെ. പഠിച്ചവനെ, ഞങ്ങൾ ദോഷികളാണ് റബ്ബേ. ചെറുതും വലുതും രഹസ്യവും പരസ്യവും മുന്തിയതും പിന്തിയതും അറിഞ്ഞു ചെയ്തതും അറിയാതെ ചെയ്തതും നിന്നോട് നേർക്ക് നേരെ ചെയ്തതും ജനങ്ങളെ ഹക്കിൽ കൂടെ വന്നതുമായ എല്ലാ ദോഷങ്ങളും പുറത്തു തരണേ തമ്പുരാനെ. ദോഷങ്ങൾ പുറത്തു തരണേ റഹ്മാനെ. ദോഷം പൊറുക്കാൻ നീ അല്ല, എന്നോടല്ലാതെ മറ്റൊരാളോട് സങ്കടം പറയാനില്ല. നീ അല്ലാതെ മറ്റൊരാൾ പുറത്തു തരാനില്ല. നീ പുറത്തിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ ജീവിതം എല്ലാം കൊണ്ടും നഷ്ടപ്പെട്ടതാണ്. പടച്ചവനെ, അങ്ങനത്തെ ഒരു അകൽച്ച ഞങ്ങൾക്ക് നീ തരല്ലേ തമ്പുരാനെ. ഞങ്ങളെ ദോഷം ഫضല് കൊണ്ട് പുറത്തു തരണേ റഹ്മാനെ. പടച്ചവനെ, ദോഷം കാരണമായിട്ട് നിന്റെ ശിക്ഷ എൻ്റെ മുമ്പിലേക്ക് ഞങ്ങൾ വരുത്തരുതേ തമ്പുരാനെ. നിന്റെ മൗഫിറത്ത് കൊണ്ട് ഞങ്ങൾക്ക് റഹ്മത്ത് ചെയ്യണേ റബ്ബേ. നിന്റെ അഫ്വ് കൊണ്ട് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ തമ്പുരാനെ. ഞങ്ങളെ മാതാപിതാക്കൾ, ഭാര്യ സന്താനങ്ങൾ, കൂട്ടുകുടുംബാദികൾ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, ഉസ്താദന്മാര്, മശായിഖന്മാര്, ഈ ഖൈറായ വിഷയം സംഘടിപ്പിച്ചവര്, അതിന് സ്ഥലം തന്നവര്, അതിന് നേതൃത്വം കൊടുക്കുന്നവര്, അതിലേക്ക് സംഭാവന തന്നവര്, അതിലേക്ക് സേവനം ചെയ്ത് അധ്വാനിച്ചവര്, അതിന് നേതൃത്വം കൊടുക്കും, അതിനെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാര്, റഹ്മാനായ സയ്യിദാ റബ്ബേ, അങ്ങനെ എല്ലാ വിധേനയും സഹകരിച്ച എല്ലാവരുടെയും അവരുടെ മാതാപിതാക്കളെയും ദോഷം വെറുത്ത് മാഫാക്കണേ തമ്പുരാനെ. മുസ്ലിം അല്ലാത്ത സഹോദരന്മാർക്ക് നീ നന്മ ചെയ്യണേ റബ്ബേ. അർഹമുർറാഹിമീനായ സയ്യിദാ റബ്ബേ, ദോഷം കാരണമായിട്ട് ദുനിയാവിൽ നിന്നോ ആഖിറത്തിൽ നിന്നോ പിടിച്ചു ശിക്ഷിക്കരുതേ റബ്ബേ. ഐബാക്കരുതേ റഹ്മാനെ. പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കരുതേ റഹ്മാനെ. സാലിഹായ അമലുകൾ അധികം ചെയ്യാൻ തൗഫീഖ് ചെയ്യണേ റബ്ബേ. അതിനു പറ്റിയ ജീവിതം ഞങ്ങൾക്ക് തരണേ റഹ്മാനെ. ഞങ്ങളെ ഇബാദത്തിനോ മൈശത്തിനോ തടസ്സം വരുന്ന രോഗങ്ങളോ തിടുക്കങ്ങളോ ഹമ്മുകളോ ബേജാറുകളോ തരരുതേ റബ്ബേ. ഞങ്ങളെ ആവശ്യങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ താഴ്ചപ്പാടോടുകൂടെ പറയേണ്ടി വരുന്ന ഒരു സ്ഥിതിയിലേക്ക് ഞങ്ങൾ ആരെയും നീ താത്തരുതേ റഹ്മാനെ. മരിക്കുന്ന സമയത്ത് ഈമാനോടുകൂടാ കലിമത്തു തൗഹീദോടുകൂടാ നിന്റെ ലിഖാ മോഹിച്ചുകൊണ്ട് മരിക്കുന്നവരിലാക്കണേ തമ്പുരാനെ. മരണം ഒരു വിജയത്തിലാക്കി തരണേ റബ്ബേ. മരണത്തിന്റെ സക്കറാത്ത് എളുപ്പമാക്കണേ റഹ്മാനെ. എല്ലാ റഹ്മത്തുകളാലും നിറക്കപ്പെട്ട ഹദറത്താക്കി തരണേ തമ്പുരാനെ. ദോഷം ചെയ്തുകൊണ്ട് മരിച്ചു പോകുന്നവരിലാക്കരുതേ തമ്പുരാനെ. നിന്റെ ദാക്കിറായിട്ടും ആരിഫായിട്ടും തൗബയിലും ഈമാനിലും ലദ്ദത്തിലും മരിപ്പിക്കണേ തമ്പുരാനെ. ആദരവായ നിബിതങ്ങളെ കണ്ടുകൊണ്ട് മരിക്കാൻ തൗഫീഖ് ചെയ്യണേ തമ്പുരാനെ. സ്വർഗത്തിന്റെ ഫോട്ടോ കണ്ടുകൊണ്ട് മരിക്കുന്നവരിലാക്കണേ തമ്പുരാനെ. മരണം ഞങ്ങൾക്കൊരു വിജയത്തിലാക്കി തരണേ തമ്പുരാനെ. ലൈനായി ഇബ്ലീസിന്റെ ചതി ഹയാത്തിലും മൗത്തിലും ഞങ്ങളെ തൊട്ട് നീക്കിത്തരണേ റബ്ബേ. മരിച്ചു കഴിഞ്ഞാൽ സാലിഹ ഒരു മനുഷ്യനായിരുന്നു എന്ന് പറയപ്പെടുന്ന സ്ഥിതി ഞങ്ങൾക്ക് എല്ലാവർക്കും നീ പ്രദാനം ചെയ്യണേ തമ്പുരാനെ. ഞങ്ങൾക്ക് വേണ്ടി മയ്യത്ത് സ്കരിക്കുന്ന ഖൈർ കൊണ്ട് ദുആ ചെയ്യുന്ന ധാരാളം മുഅ്മിനീങ്ങളെ സഹായം തരണേ റഹ്മാനെ. എല്ലാവരും ഞങ്ങളെ കൈവിടുന്ന ദിവസത്തിലും നിന്റെ പൊരുത്തത്തിലേക്ക് ചേർത്ത് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ തമ്പുരാനെ. ഞങ്ങളെ വിശാലമായ ജീവിതത്തിൽ നിന്ന് ഖബറിലേക്ക് വരുമ്പോൾ റഹ്മാനായ റബ്ബേ, അത് പേടിന്റെ വീടാക്കരുതേ റബ്ബേ. റഹ്മത്തിന്റെയും സന്തോഷത്തിന്റെയും സ്വർഗീയമായ ഉടുപ്പുകൾ നൽകുക, സ്വർഗീയമായ വിരിപ്പുകൾ വിരിക്കുക, വിശാലമാകുന്ന കണ്ണെത്താവുന്ന അത്രയും വിശാലമാക്കുക, സ്വർഗത്തിന്റെ കപാടങ്ങൾ തുറന്നു കൊടുക്കുക എന്ന് അല്ലാഹു മലായികത്തിനോട് കൽപ്പിച്ചുകൊണ്ട് കൽപ്പിക്കപ്പെടുന്ന ആ ഫദലുകൾ ഞങ്ങളെ ഖബറിൽ തരണേ തമ്പുരാനെ. അങ്ങനത്തെ ഒരു ഖബറിലേക്ക് ഞങ്ങളെ നീ എത്തിക്കണേ തമ്പുരാനെ. പരിശുദ്ധ ഖുർആനും സാലിഹാമലുകളെയും മലായികത്തുകളെയും ഞങ്ങളെ ഖബറിൻ്റെ അകത്ത് കൂട്ടുകാരാക്കി തരണേ റബ്ബേ. അത് വിശാലമുള്ളതും പ്രകാശമുള്ളതും സ്വർഗീയമായ നിയമത്തുകളാൽ നിറക്കപ്പെട്ടതുമാക്കി തരണേ തമ്പുരാനെ. ഇടുക്കത്തിൽ നിന്നും ഇരുളിൽ നിന്നും അദാബിൽ നിന്നും വിസാബിൽ നിന്നും പരിപൂർണമായി ഞങ്ങളെ നീ കൃപ കൊണ്ട് രക്ഷപ്പെടുത്തണേ തമ്പുരാനെ.
മശ്ശറയിൽ വിജയികളോടുകൂടാ അർശിന്റെ തണലിൽ ഞങ്ങൾ നീ ഒരുമിച്ച് കൂട്ടണേ തമ്പുരാനെ. അവർക്ക് കൊടുക്കുന്ന എല്ലാ സന്തോഷങ്ങളും ബഹുമാനങ്ങളും ഞങ്ങൾക്കും അനുവദിക്കണേ റബ്ബേ. കേടുകൾ വലത് കയ്യിൽ തരണേ റബ്ബേ. നന്മന മുന്തൂക്കമാക്കണേ തമ്പുരാനെ. ഹിസാബിന്റെ നീളം കൊണ്ടോ അഹ്വാലിന്റെ സിദ്ധത്തുകളെ കൊണ്ടോ പ്രയാസമാവാതെ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ തമ്പുരാനെ. ആദരവായ നബിന്റെ സാന്നിധ്യവും അവിടുത്തെ ശഫായത്തും ഹൗദുൽ കൗസറും ഞങ്ങൾക്ക് നീ നൽകണേ തമ്പുരാനെ. ഒരു ഫർള് നിസ്കാരത്തിന്റെ സമയം കൊണ്ട് മശ്ശറ എളുപ്പമാക്കണേ റബ്ബേ. സിറാത്തുൽ മുസ്തഖീമിൽ ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ തമ്പുരാനെ. സലാമത്താക്കണേ തമ്പുരാനെ. പേടി കൂടാതെ കടത്തിത്തരണേ റഹ്മാനെ. നരകത്തിൻ തൊട്ട് ഇത്തുകാക്കണേ റബ്ബേ. ഇത്തുകാക്കണേ തമ്പുരാനെ. ഇത്തുകാക്കണേ റഹ്മാനെ. സ്വർഗം തരണം റബ്ബേ. ഹിസാബ് ചെയ്യാതെ തരണേ തമ്പുരാനെ. ആദരവായ നബിന്റെ കൂടെ തരണേ റഹ്മാനെ. അമ്പിയാക്കൾ ഔലിയാക്കൾ സുഹബത്തിലും കൂട്ടുകുടുംബാദികളോടൊപ്പവും ആക്കണേ തമ്പുരാനെ. ഈ പരിശുദ്ധ റമദാനിൽ ധാരാളം ആളുകൾ നിന്റെ കൃപ കൊണ്ട് ഇത്തുക ചെല്ലപ്പെടുമ്പോൾ സാധുക്കളായ ഞങ്ങൾ ആരെയും അതിൽ നിന്ന് ഒഴിവാക്കാതെ അതിൽ ചേർത്തി തരണേ തമ്പുരാനെ. റമദാനിന്റെ ഫളിൽ ഞങ്ങൾ നീ ചേർക്കണേ തമ്പുരാനെ. റമദാനിന്റെ ഇത്തുക്കിൽ ചേർക്കണേ തമ്പുരാനെ. റമദാനിന്റെയും ഖുർആനിന്റെയും ശഫായത്തിൽ ഞങ്ങൾ നീ ചേർക്കണേ തമ്പുരാനെ. അർഹമുർറാഹിമീനായ റബ്ബേ, ദീനിന്റെ ഖിദ്മത്തിലായിക്കൊണ്ട് മുസ്ലിമീ മുഅ്മിനീങ്ങൾക്കുള്ള ഒരു വെളിച്ചമായിക്കൊണ്ട് ഇവിടെ നിലകൊള്ളുന്ന ഈ സെന്ററിന്റെ പ്രവർത്തനങ്ങൾ നീ സ്വീകരിക്കണേ തമ്പുരാനെ. എമ്പാടും കാലം ഈ പ്രസ്ഥാനത്തിനെ ഏറ്റെടുത്തുകൊണ്ട് പിൻഗാമികളിൽ കൂടെ ഖിയാമത്ത് നാൾ വരെ നിലനിർത്തുന്ന ഒരു ബർക്കത്ത് തരണേ തമ്പുരാനെ. ഇതിന്റെ നേതൃത്വം കൊടുക്കുന്ന ബഹുമാനപ്പെട്ടവർ ദുനിയവിയും ഇസ്സത്തും ഉഖ്റവിയുമായ എല്ലാ ഇസ്സത്തും കാവലും ബർക്കത്തും ഹിഫ്ളും അവർക്ക് കൊടുക്കണേ തമ്പുരാനെ. ഖുർആനിന്റെ രഹസ്യങ്ങളിലേക്ക് കൂടുതൽ ഇറങ്ങിച്ചെല്ലാനുള്ള വിശാലമായ ബർക്കത്ത് അവർ ചിന്തകളിൽ നീ പ്രദാനം ചെയ്യണേ തമ്പുരാനെ. അർഹമുർറാഹിമീന റബ്ബേ, അവരെ മക്കൾ, അവരെ കുടുംബം, ആ കുടുംബത്തിനെയും ബന്ധുമക്കളെയും എല്ലാ ദീനിയും ദുനിയവിയുമായ നന്മകളെയും ബർക്കത്തും ഖൈറും ആഫിയത്തും സൽസ്വഭാവവും നീ പ്രദാനം ചെയ്യണേ തമ്പുരാനെ. അവരെ ഉമ്മക്കും ബാപ്പക്കും ആഫിയത്തും മഗ്ഫിറത്തും പ്രദാനം ചെയ്യണേ റബ്ബേ. പഠിച്ച തമ്പുരാനെ, ഈ മഹത്തായ സംരംഭത്തിൽ ഇതിന്റെ കീഴിൽ നടത്തുന്ന സ്ഥാപനമായി ഫുലിന്റെ കുട്ടികൾ, ആ കുട്ടികളെ ഉഹ്റബിയ അവർ സമ്പത്താക്കി തരണേ തമ്പുരാനെ. ദീനിന്റെ സേവകരാക്കണേ റഹ്മാനെ. അവരെ ഹിഫ്ളിന്റെ അകത്ത് ബർക്കത്ത് കൊടുക്കണേ തമ്പുരാനെ. അവരെ ഇൽമിൽ നീ ബർക്കത്ത് കൊടുക്കണേ തമ്പുരാനെ. അവരെ മനസ്സും അവരെ പ്രവർത്തനവും എന്നും നന്മയിൽ നിലനിർത്തണേ തമ്പുരാനെ. അതിലേക്ക് പ്രേരിപ്പിച്ച, അതിലേക്ക് സഹായിക്കുന്ന, അതിലേക്ക് ധർമ്മം കൊണ്ടവർക്ക് പ്രോത്സാഹനം കൊടുക്കുന്ന, ഭക്ഷണം ഏറ്റെടുത്ത, ചെലവേറ്റെടുത്ത എല്ലാവരെയും അവരോടൊപ്പം പടച്ചവനെ നിന്റെ പൊരുത്തത്തിൽ ചേർക്കണേ റബ്ബേ. അവർക്ക് ഖൈറും ബർക്കത്തും കൊടുക്കണേ തമ്പുരാനെ. അർഹമുർറാഹിമീന റബ്ബേ, ഞങ്ങൾ എന്തൊക്കെയാണ് ഈ ഖൈറായ കാര്യത്തിന് ദുആ ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്കറിയുന്നില്ല. എന്തെല്ലാം ഖൈറുകൾ ഇത് നിലനിർത്താൻ വേണ്ടതുണ്ടോ അതൊക്കെ നീ കൊടുക്കണേ തമ്പുരാനെ. എന്തിനെ തൊട്ടെല്ലാം കാക്കപ്പെടേണ്ടതുണ്ടോ അതിൽ നിന്നൊക്കെയും കാക്കണേ റബ്ബേ. ഞങ്ങളിലും ഞങ്ങളെ വീടുകളിലും ഞങ്ങളെ പ്രിയപ്പെട്ടവരിലും ഞങ്ങളെ അങ്ങോട്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരും ഈ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടവരിലും നടക്കുന്നവരും കിടക്കുന്നവരുമായ രോഗികളുണ്ട് ഈ മജ്ലിസിലുണ്ട് റഹ്മാനെ. നീ അറിയുമല്ലോ എല്ലാ രോഗികളെയും. രോഗം ശിഫയാക്കണേ തമ്പുരാനെ. ശിഫയാക്കണേ തമ്പുരാനെ. ശിഫയാക്കണേ തമ്പുരാനെ. ബഹുമാനപ്പെട്ട തങ്ങൾക്ക് നീ പ്രത്യേകം ശിഫ കൊടുക്കണേ റഹ്മാനെ. ആഫിയത്തിനെ നിലനിർത്തണേ തമ്പുരാനെ. ഇസ്സത്തിനെയും ഖുവ്വത്തിനെയും എല്ലാവിധ നന്മകളെയും നേതൃത്വത്തിന്റെ സൗകര്യങ്ങളെയും അവരിൽ നീ നിലനിർത്തി സഹായിക്കണേ തമ്പുരാനെ. അവർ ഞങ്ങൾക്കൊരു തണലായി നിർത്തിത്തരണേ റബ്ബേ. അവരുടേക്കുള്ള നോട്ടവും അവരുടെ സ്നേഹവും ഞങ്ങൾക്കൊരു അമലാക്കി തരണേ തമ്പുരാനെ. അർഹമുർറാഹിമീന റബ്ബേ, എല്ലാ ബുദ്ധിമുട്ടായ രോഗം ഞങ്ങൾക്ക് ആർക്കും തരല്ലേ റഹ്മാനെ. വേദന സഹിക്കാൻ കഴിയാത്ത രോഗം തരല്ലേ റബ്ബേ. ആളുകൾ വെറുക്കുന്ന ഐബുള്ള വെള്ളപ്പാണ്ട്, കുറ്റവ്യാധി, മാനസിക രോഗം, അപസ്മാരം പോലത്തെ രോഗത്തെ തൊട്ടും കാക്കണേ റഹ്മാനെ. ഉള്ളവർക്ക് ശിഫയും സലാമത്തും തരണേ റബ്ബേ. പ്രഷറ്, പ്രമേയം, ശ്വാസം മുട്ട്, ആട്ടന്റെ രോഗങ്ങൾ, അപകട മരണങ്ങൾ, മാരകമായ പകർച്ചവ്യാധികൾ, ഇതിനെ തൊട്ടൊക്കെയും ഞങ്ങളെ കാക്കണേ തമ്പുരാൻ. ഉള്ളവർക്ക് ശിഫയും സലാമത്തും നൽകണേ റഹ്മാനെ. എല്ലാവിധ രോഗ കടത്തിൽ നിന്ന് ഞങ്ങളെ എല്ലാവരെയും സലാമത്താക്കണേ തമ്പുരാനെ. കടം കൊണ്ടൊരു ബുദ്ധിമുട്ട് വന്നു ചേരാതെ ഞങ്ങളെ ആവശ്യങ്ങളെ നീ നിറവേറ്റി തരണേ റഹ്മാനെ. കടം ഭംഗിയായി വീട്ടുന്നവരിൽ ഞങ്ങളെ നീ ആക്കണേ റബ്ബേ. അതിന്റെ വഴികൾ നീ തരണേ തമ്പുരാനെ. കടം തന്നും വെറുതെ തന്നും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഞങ്ങളെ സഹായിച്ച പലരുമുണ്ട്.
ദുനിയാവിലും ആഖിറത്തിലും അവരെ നീ സഹായിക്കണേ റഹ്മാനെ. ഞങ്ങളുമായി ബന്ധപ്പെട്ട പെൺകുട്ടികളുണ്ട്, ആ കുട്ടികളുടെ ജീവിതം നീ ബർക്കത്തിലാക്കണേ റബ്ബേ, നന്മയിലാക്കണേ തമ്പുരാനെ, ദീനുള്ള മക്കളാക്കണേ തമ്പുരാനെ. അവരുടെ ജീവിതത്തിന്റെ ഉതകുന്ന നല്ല ബന്ധം അവർക്ക് നീ ചേർക്കണേ റഹ്മാനെ. അതിനുള്ള സഹായം ബന്ധപ്പെട്ടവരിലേക്ക് നീ ചേർക്കണേ റബ്ബേ. ആൺകുട്ടികളിലും നല്ല ബന്ധം തരണേ റഹ്മാനെ. വീട് വേണ്ടവർക്ക് വീട് തരണേ റബ്ബേ, ജോലി വേണ്ടവർക്ക് ജോലി തരണേ റഹ്മാനെ. നാട്ടിലും പുറത്തും ജോലി തേടുന്നവർക്ക് ഹൈറായ ജോലികൾ തരണേ റഹ്മാനെ. വീട് വേണ്ട കൃഷിക്കാരുടെ കൃഷിയിലും കച്ചവടക്കാരുടെ കച്ചവടത്തിലും തൊഴിലാളികളുടെ തൊഴിലിലും വെള്ളത്തിലും കാലാവസ്ഥയിലും ഉൽപ്പന്നങ്ങളിലും ഞങ്ങൾക്ക് നീ ബർക്കത്ത് ചെയ്യണേ തമ്പുരാനെ. മഴ ആവശ്യത്തിനുള്ള മഴ തരണേ റഹ്മാനെ. മഴയിലും വെള്ളത്തിലും ബർക്കത്ത് ചെയ്യണേ തമ്പുരാനെ. കാലാവസ്ഥകളെ ക്രമത്തിൽ നിർത്തിക്കൊണ്ടുള്ള ബർക്കത്ത് ഞങ്ങൾക്ക് നീ, സഹായം ഞങ്ങൾക്ക് നീ ദായിമയാക്കണേ തമ്പുരാനെ. ക്രമം തെറ്റിച്ചുകൊണ്ടുള്ള പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കരുതേ റഹ്മാനെ. പഠിച്ച തമ്പുരാനെ, ഞങ്ങൾ ഓരോരുത്തരെയും ഹലാലായ സഫർ പോകുന്ന മുസാഫിരീങ്ങൾ ഞങ്ങളിലുണ്ട്. അവരെ കൊണ്ടെമ്പാടും സ്ഥാപനങ്ങൾ വരപ്പെട്ട ഗുണപ്പെട്ട വലിയ വലിയ സ്ഥാപനങ്ങളും ചെറിയതും നടന്നു പോകുന്നു. എമ്പാടും കുടുംബങ്ങൾ അവരെ ആശ്രയിച്ചു കഴിയുന്നു. അവരുടെ ജീവിതത്തിലും അവരെ ആഫിയത്തിലും അവരെ ജോലിയിലും നീ ബർക്കത്ത് കൊടുക്കണേ തമ്പുരാനെ. ഇതിന്റെ പകരമായി മുഅ്മിനീങ്ങളിൽ നിന്നുള്ള ദുആ അവർക്ക് നീ ഓശാരമായി കൊടുക്കണേ തമ്പുരാനെ. അവരെ നീ കാവലിലാക്കണേ റഹ്മാനെ. അവരെ കാത്തു കഴിയുന്ന കുടുംബത്തിന്റെ ദീനും ദുനിയാവും രക്ഷപ്പെടുത്തണേ തമ്പുരാനെ. പഠിച്ചവനെ, ഞങ്ങളെ സമ്പത്തും ഞങ്ങളെ ശരീരവും ഞങ്ങളെ ദീനും ഞങ്ങളെ സ്ഥാപനങ്ങളെയും ഞങ്ങളെ ഇഖ്വാനെയും ഞങ്ങളുടെ നാടിലും ലോകത്തിന്റെ എല്ലാ ഭാഗത്തും നീ കാക്കണേ റബ്ബേ. ഈ റമദാനിൽ പോലും കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നവരുണ്ട്. ഭാര്യ ഭർത്താക്കന്മാർ വിട്ടു നിൽക്കേണ്ടി വന്നവരുണ്ട്. കുടുംബങ്ങളിൽ വേർതിരിവണ്ണ അകൽച്ചയുള്ളവരുണ്ട്, കഷ്ടപ്പാടുള്ളവരുണ്ട്. എല്ലാം നീ അറിയുന്നവനാണല്ലോ. നിന്റെ റഹ്മത്തിന്റെ കൃപന്റെ ഖജാര അവർ നേരെ നീ തുറക്കണേ തമ്പുരാനെ. അവരെ മേലെ അതുവിനെ നീ മയമാക്കി കൊടുക്കണേ തമ്പുരാനെ. അതുവിനെ നീ നിർവീര്യമാക്കണേ റബ്ബേ. അവരെ മേൽ ദുൽമ ചെയ്തവന്റെ ശിക്ഷ ദുനിയാവിൽ നിന്ന് തന്നെ നീ ഒളിരിക്കണേ തമ്പുരാനെ. അർഹമുർ റഹീമീന റബ്ബേ, ഞങ്ങൾ തമ്മിലുള്ള സ്നേഹബന്ധം നിലനിർത്തണേ റബ്ബേ. സമുദായങ്ങൾ തമ്മിലുള്ള സ്നേഹബന്ധം വന്നും തുടർന്ന് ഇന്ന് നിലനിൽക്കുന്ന ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ തൗഫീഖ് ചെയ്യണേ തമ്പുരാനെ. സമുദായങ്ങൾ അകന്നു പോകുന്ന വിരോധങ്ങൾ വളരുന്ന സാഹചര്യങ്ങൾ വരാതെ നീ കാക്കണേ തമ്പുരാനെ. അർഹമുർ റഹീമീന സയ്യിദാ റബ്ബേ, ഈ നാട്ടിൽ നീ ബർക്കത്ത് ചെയ്യണേ തമ്പുരാനെ. ഈ പട്ടണത്തിൽ ബർക്കത്ത് ചെയ്യണേ റഹ്മാനെ. അർഹമുർ റഹീമീന റബ്ബേ, കഫറത്തുൽ അദാഇൽ ഖാസായ ഹൽക്കത്ത് നൽകണേ റഹ്മാനെ. ദില്ലത്തിലാക്കണേ തമ്പുരാനെ. റോയ്ബ് കൊണ്ട് ഉസ്റാക്കണേ റഹ്മാനെ. ജമ്മ് ഫിർക്കത്താക്കണേ റബ്ബേ. ഫിർക്കത്ത് കസറത്താക്കണേ തമ്പുരാനെ. ഫിർക്കത്ത് കൊണ്ട് തഹയ്യുറാക്കണേ റഹ്മാനെ. ചതികളെ പരാജയപ്പെടുത്തണേ റഹ്മാനെ. ഞങ്ങളിലുള്ള ആമാലുകളെ എത്തിക്കരുതേ റബ്ബേ. ഞങ്ങൾ മോശമാണെങ്കിലും നിന്റെ ദീനിന്റെ മഹത്വം നീ നിലനിർത്തണേ റബ്ബേ. ഞങ്ങൾ ദോഷികളായതുകൊണ്ട് അതുവിനെ ഞങ്ങൾ മേൽ നീ അധികാരപ്പെടുത്തരുതേ തമ്പുരാനെ. സൂക്കുകളും ബുൽദാനുകളും ഇസ്ലാമിന്റെ ഇജ്ജത്തിനും വലപത്തിലുമാക്കണേ റബ്ബേ. അവിടെയെല്ലാം കഫറത്ത് മഗ്ലൂബാക്കണേ റഹ്മാനെ. സുന്നത്തിയമായത്തിനെ ശക്തിപ്പെടുത്തണേ റബ്ബേ. വിദ്അത്തും ദലാലിയത്തും നിർവീര്യമാക്കണം തമ്പുരാനെ. ദീനിന്റെ അകത്ത് വഞ്ചന ചെയ്യുന്നവരുടെ ശർറിന് നീ തടുക്കണേ റബ്ബേ. അവരെ ഒന്നും മഗ്ലൂബാക്കണേ റബ്ബേ. ദീനിന്റെ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും നാശപ്പെടുത്തുന്ന ഏതേത് ശ്രമങ്ങളെയും നീ നിർവീര്യമാക്കണേ തമ്പുരാനെ. ഇത്തരം പ്രവർത്തകൻ ചെയ്യുന്നവരുടെ മനസ്സ് നീ മയമാക്കി കൊടുക്കണേ തമ്പുരാനെ. വഴികളെ നീ തടയണേ തമ്പുരാനെ. ഇതിൽ നിന്നൊക്കെയും രക്ഷകേടാൻ ചേട്ടപ്പെടാൻ മുഅ്മിനീങ്ങൾ ചെയ്യുന്ന ശ്രമങ്ങളിൽ നീ ബർക്കത്ത് ചെയ്യണേ റബ്ബേ. അത് നീ വിജയിപ്പിക്കണേ തമ്പുരാനെ. പഠിച്ചവനെ, ഈ മജ്ലിസിൽ ബർക്കത്ത് ചെയ്യണേ റബ്ബേ. ഈ ഒരുമിച്ച് കൂടിയതുപോലെ പഠിച്ച തമ്പുരാനെ മശ്ശറേ ജന്നാത്തുൽ നഈമിൽ ഒരുമിച്ച് കൂട്ടണേ റബ്ബേ. പരിശുദ്ധ റമദാൻ, ഈ റമദാൻ അടുത്ത റമദാൻ വരെ എല്ലാ റഹ്മത്തിന്റെയും സബബാക്കി തരണേ തമ്പുരാനെ. എല്ലാ ആഫത്തുകൾക്കും കാവലാക്കണേ റഹ്മാനെ. അമ്പിയാക്കളെയും ഔലിയാക്കളെയും അഹ്ലു ബൈത്തിനെയും സ്നേഹിക്കുന്നവരിൽ ഞങ്ങൾ നീ ആക്കണേ തമ്പുരാനെ. അത് ഞങ്ങൾക്കൊരു ബർക്കത്താക്കി തരണേ തമ്പുരാനെ. ഈ കൈകൾ പാപം നിറഞ്ഞ കൈകളാണ്, ഇത് പരിശുദ്ധമാക്കണേ തമ്പുരാനെ. പഠിച്ചവനെ ഖായിബായ കൈകളാക്കരുതേ തമ്പുരാനെ. ഈ കൈകളോടൊപ്പം നിരവധി നിറഞ്ഞ വേദനകളുമായി കൂടിച്ചേർന്ന കൽബുകളുണ്ട്. ആ കൽബിലേക്കൊക്കെയും നിന്റെ കൃപന്റെ നോട്ടം നോക്കണേ തമ്പുരാനെ. ആരെയും ഖായിബാക്കരുതേ റബ്ബേ. ഞങ്ങളെ കൽബുകളിൽ വേദനയില്ലെങ്കിലും വേദനപ്പെട്ടവർക്ക് കൊടുക്കുന്ന ഇജാബത്ത് തരണേ തമ്പുരാനെ.
ഞങ്ങളെ കണ്ണുനീരുകൾ ഒഴുകുന്നില്ലെങ്കിലും പുഴ പോലെ കണ്ണുനീരൊഴുക്കി നിന്നോട് ദുആ ചെയ്യുന്ന എത്രയെത്ര മഹാന്മാരുണ്ട്, മഹദികളുണ്ട്. അവർക്ക് കൊടുക്കുന്ന ഇജാബത്ത് പോലെ ഞങ്ങൾക്കും തരണേ റബ്ബേ. പടച്ചവനെ, ഞങ്ങളെ ശബ്ദങ്ങൾ ഇടറുന്നില്ലെങ്കിലും പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിന്നോട് ദുആ ചെയ്ത എത്ര മഹാന്മാരുണ്ട്, മഹദികളുണ്ട്. അവർക്ക് കൊടുക്കുന്ന ഇജാബത്ത് പോലെ ഞങ്ങൾക്കും തരണേ തമ്പുരാനെ. ദുനിയാവിൽ ഞങ്ങളെ ഐബാക്കരുതേ റബ്ബേ, താഴ്ചപ്പാടിലാക്കരുതേ തമ്പുരാനെ. മരിക്കുന്ന സമയത്ത് പരാജയത്തിലാക്കരുതേ റഹ്മാനെ. ആഖിറവും ഖബറും ആഖിറവും സലാമത്താക്കണേ റബ്ബേ. اللهم أمرتنا بدعائك ووعدتنا بإجابتك وقد دعونا كما أمرتنا فأجبنا كما وعدتنا يا ذا الجلال والإكرام إنك لا تخلف الميعاد. ഞങ്ങളോടൊപ്പം പ്രവർത്തിക്കുന്ന ഈ പ്രവർത്തകന്മാർ, മാധ്യമപ്രവർത്തകന്മാർ, അല്ലാത്ത സേവകന്മാരായി ചെയ്യുന്ന കുട്ടികൾ എല്ലാവർക്കും ഖൈറും ബർക്കത്തും ആഫിയത്തും കൊടുക്കണേ റബ്ബേ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.